ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൽ ഇന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞതിലൂടെ ശരിക്കും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആർക്കൊക്കെയാണ്? അല്ല, തിരിച്ചടി ആർക്ക് എന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യവും ഉത്തരവും നിയമവാഴ്ചയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ജയം തന്നെയാണ്. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ റൂൾ ഓഫ് ലോ മസ്റ്റ് പ്രിവെയിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ നിയമവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ട്, നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബീഭത്സമായ ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ, അതിൽ പങ്കെടുത്തവർക്ക് BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നൽകിയ ഒത്താശകൾ, പരിരക്ഷ, അവർക്ക് നൽകിയ പ്രൊട്ടക്ഷൻ, അതെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്, തെറ്റാണ് എന്ന് ഇന്ന് സുപ്രീം കോടതി യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് 2002 സമ്പാദിച്ചു. അത് പ്രസക്തമായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കോടതിയെ ധരിപ്പിക്കാതെ ബൈ ഫ്രോഡ് സമ്പാദിച്ച വിധിയാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാതൊരു പശ്ചാത്താപവും മനസ്താപവും കാണിക്കാത്ത ഈ 11 പ്രതികളും അവർക്ക് ലഭിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കണം, അതിനുവേണ്ടി ജയിലിലേക്ക് മടങ്ങണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ 11 തടവുകാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നൊക്കെ നമ്മൾ കണ്ടു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുതിർന്ന അഭിഭാഷകർ തന്നെ അവർക്ക് വേണ്ടി ഹാജരായി. അപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ആരുടെ കൂടെയായിരുന്നു, ആരുടെ പക്ഷത്തായിരുന്നു? അവർ ഈ ബിൽക്കിസ് ബാനോ കേസ് എന്നറിയപ്പെടുന്ന ജുഗുപ്സാവഹമായ, അത്യന്തം അപലപനീയമായ സംഭവത്തിൽ അവർ ആർക്കൊപ്പമാണ്? അതൊക്കെ വ്യക്തമാക്കാൻ കൂടി ഈ കേസ്, അതിൻ്റെ വിചാരണയും മറ്റു നടപടികളും സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവാഴ്ചയുടെ വിജയമാണ് ഇത്. നിയമവാഴ്ച വിജയം വരിച്ചു എന്ന് പറയുമ്പോൾ ആ നിയമവാഴ്ചയ്ക്കെതിരെ നിലകൊണ്ട അധികാരത്തിൻ്റെ ശക്തികൾ, അവർ വെറുതെ ഏതെങ്കിലും പ്രതികളല്ല, അധികാരമുള്ളവരാണ്. ഗുജറാത്ത് എന്ന സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നഗ്നമായ അപലപനീയമായ ഇടപെടൽ, കുറ്റവാളികൾക്ക് അനുകൂലമായ അവരുടെ നിലപാട്, അവയെല്ലാം തുറന്നു കാട്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് BJP നേരിട്ട് അതിഥികളെ ഒന്നും ഈ ചർച്ചയ്ക്ക് അയക്കുന്നില്ല. അവർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നോ എന്ന് സംശയമുണ്ട്. എന്നോട് BJPയുടെ ചുമതലയുള്ള നേതാവ് പറഞ്ഞത്, ഈ അതിഥികളെയൊക്കെ തരുന്ന നേതാവ് പറഞ്ഞത്, ഇതിപ്പോൾ സുപ്രീം കോടതിക്ക് തിരിച്ചടി ഉണ്ടായ കേസാണല്ലോ, സുപ്രീം കോടതിയാണല്ലോ ഈ നേരത്തെ ഗുജറാത്ത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതിക്ക്. ആ തിരിച്ചടി ഇപ്പോൾ അവർ തിരുത്തുമ്പോൾ ഞങ്ങളെന്തിനാണ് ഇനി അതിനകത്ത് ഇടപെട്ട് കോടതിയെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. കോടതിക്ക് ആണോ തെറ്റുപറ്റിയത്? ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ പോയി ഈ തെറ്റ് തിരുത്തി വീണ്ടും ഈ പ്രതികൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ഈ വിധിയിലൂടെ താങ്കൾക്ക് വായിച്ചെടുക്കാനാകുന്നുണ്ടോ? അത് സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. സുപ്രീം കോടതി പറയുന്നത് അത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന നിയമമാണ്. എല്ലാവരും ആ നിയമം അനുസരിച്ചേ മതിയാകൂ. പക്ഷേ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റാം. സുപ്രീം കോടതിയുടെ മുന്നിൽ കക്ഷികൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, വസ്തുതകൾ, അവയെ അടിസ്ഥാനമാക്കിയാണ് സുപ്രീം കോടതി വിധി പറയുന്നത്, ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ഇവിടെ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പ്രസക്തമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാതെ, ആൻ ഓർഡർ ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് എന്ന വാക്കിന് നിയമത്തിൻ്റെ ഭാഷയിൽ അല്പം ഗൗരവമുള്ള അർത്ഥം തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു കാര്യം ചെയ്യുകയും അത് സുപ്രീം കോടതി ശ്രദ്ധയിൽ വന്നപ്പോൾ സുപ്രീം കോടതി അത് തിരുത്തുകയും ചെയ്തു. എക്സിക്യൂട്ടീവിൽ നിന്ന്, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതിയുടെ നിലപാട് അതാണ്. തെറ്റ് ബോധ്യം വന്നാൽ തെറ്റ് തിരുത്തും. ഇവിടെ തെറ്റ് തിരുത്തിയിരിക്കുന്നു. തിരുത്തപ്പെട്ട ഈ തെറ്റ് സുപ്രീം കോടതി തിരുത്തുമ്പോൾ ചിലർക്കൊക്കെ അത് വലിയ തോതിലുള്ള വേദനയ്ക്കും നൊമ്പരത്തിനും കാരണമാകും. BJP വക്താവ് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ സുപ്രീം കോടതിയെ അപലപിക്കുകയോ വിമർശിക്കുകയോ അതൊന്നും നമ്മുടെ പ്രസക്തമായ വിഷയമല്ല. പക്ഷേ ഈ വിധി ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ
ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട 11 തടവുകാർക്കെതിരെ മാത്രമല്ല അവരെ സംരക്ഷിച്ച് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പാർട്ടിക്ക് കൂടി ഉണ്ട്. അതുകൊണ്ട് ആ കുറ്റബോധമുള്ളത് കൊണ്ട് തന്നെയാണ് BJP വക്താക്കളെ അയച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നത്. ശരി, ഒറ്റ കാര്യം കൂടി എനിക്ക് മറ്റുള്ളവരിലേക്കൊന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ വ്യക്തമായി താങ്കളോട് ചോദിച്ചത് അതാണ്. ഇനി ഈ കേസ് മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ച് പ്രതികൾ സമീപിച്ച് അവിടെ ഹർജി കൊടുത്ത് എല്ലാം ശരിയാക്കി വീണ്ടും ഗുജറാത്ത് പറഞ്ഞ കാര്യം മഹാരാഷ്ട്ര സർക്കാർ പറയുന്നു. പുതിയ മഹാരാഷ്ട്ര സർക്കാർ നമുക്കറിയാമല്ലോ, ഈ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാട് അവിടെ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷ പലർക്കുമുണ്ട്. ഇതിനകം വന്ന പ്രതികരണങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ പുറത്തിറങ്ങി നടക്കും എന്ന് പറയുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഈ കേസിൻ്റെ വിധി പരിശോധിക്കുമ്പോൾ? അല്ല, ഇന്നത്തെ സുപ്രീം കോടതി വിധിക്ക് പല വശങ്ങളുണ്ട്. ഒരു വശം സാങ്കേതിക വശമാണ്. ആ സാങ്കേതികത്വം എന്ന് പറയുന്നത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ്റാണ്? ഈ കേസിൽ സംഭവം നടന്നത് ഗുജറാത്തിലാണ്. പക്ഷേ ഗുജറാത്തിൽ നീതിപൂർവകമായ വിചാരണ ഉണ്ടാവില്ല എന്ന ഘട്ടം വന്നപ്പോൾ അത് മഹാരാഷ്ട്രയിലേക്ക് മാറ്റി. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണോ ഗുജറാത്ത് ഗവൺമെൻറ്റാണോ റെമിഷൻ നൽകുന്നതിൽ, ശിക്ഷ ഇളവ് നൽകുന്നതിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആയി കണക്കാക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോടതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി യാതൊരു കാരണവശാലും ഈ പ്രതികൾ കോടതിയെ സമീപിച്ചുകൂടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അപ്രോപ്രിയേറ്റായ ഉചിതമായ ഒരു സമയത്ത് റെമിഷന് വേണ്ടി അവർക്ക് വീണ്ടും ഗവൺമെൻറ്റിനെ സമീപിക്കാം. ഗവൺമെൻറ്റിന് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന നടപടിക്രമം അനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കാം. ആ തീരുമാനവും വീണ്ടും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും. അതിനപ്പുറത്ത് നമ്മയൊക്കെ അലട്ടുന്ന അല്ലെങ്കിൽ അലട്ടേണ്ടതായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും വേദികളുണ്ട്, ഞങ്ങൾക്കിനിയും അവസരമുണ്ട്, ഞങ്ങൾ ഈ പ്രതികളെ ഇനിയും സംരക്ഷിക്കും എന്ന മട്ടിൽ കുറേ പേർ സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്? ആ കാര്യത്തിലാണ് നമുക്ക് ആശങ്കയുള്ളത്. ശരി.